മങ്കട ഇതുവരെ കാണാത്ത ഒരു വലിയൊരു മത്സരത്തിന് കളമൊരുങ്ങുകയാണ് ഈ ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ മെയ് 30-ന്. കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ 9 ടീമുകളെ പങ്കെടുപ്പിച്ച് ഇവിടെ ഒരു വടംവലി മത്സരം നടക്കുകയാണ്. യുണൈറ്റഡ് FC എല്ലാവർക്കും അറിയാം, ഈ മങ്കടയുടെ ഫുട്ബോളിന്റെ വളർച്ച ലക്ഷ്യമിട്ട് തുടങ്ങിയതാണെങ്കിലും എല്ലാ കായിക ഇനങ്ങൾക്കും അവർ പ്രാധാന്യം നൽകുന്നു. അപ്പോൾ ചെയർമാൻ PT അബ്ദുൽ സലാം യുണൈറ്റഡ് FCയുടെ, അതുകൂടാതെ പ്രസിഡന്റ് സമദ് പറച്ചിക്കോട്ടിൽ, ബാക്കിയുള്ളവരുടെ പേരുകൾ ചെയർമാൻ പറയുക. അപ്പൊ ഈ മത്സരങ്ങളെ കുറിച്ചും ഈ ഇതിലിപ്പോൾ ഉള്ള ആളുകളെ കുറിച്ചൊക്കെ ഒന്ന് ചെയർമാൻ ഒന്ന് വിശദീകരിക്കാം. യുണൈറ്റഡ് FC ഈ വരുന്ന 30-ാം തീയതി നടത്താൻ പോകുന്ന ഒരു ഇവന്റാണ് അഖില കേരള ഹെവി വെയ്റ്റ് വടംവലി. യുണൈറ്റഡ് FC രൂപം കൊണ്ടതിന് ശേഷം ഞങ്ങൾ ഒട്ടനവധി പ്രോഗ്രാമുകൾ ഇവിടെ നടത്തി. അതിൽ ഷട്ടിൽ ടൂർണമെന്റ്, അതേപോലെ തന്നെ മൈലാഞ്ചി, അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റ്, ഇതെല്ലാം വൻ വിജയമായിരുന്നു. എല്ലാ സ്പോർട്സുകളും പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഈ പെരുന്നാളിന് നമ്മുടെ മങ്കട ഇതുവരെ കണ്ടിട്ടില്ലാത്ത മല്ലന്മാരായ ഒട്ടനവധി കേരളത്തിലെ ജില്ലകളിൽ നിന്ന്, അത് എല്ലാ ജില്ലകളിൽ നിന്നുള്ള 9 ടീമുകളെ ഉൾപ്പെടുത്തിയിട്ട് ഈ വരുന്ന 30-ാം തീയതി വമ്പം ഒരു പോരാട്ടത്തിനാണ് മങ്കട ഹൈസ്കൂൾ മൈതാനം കാണാൻ പോകുന്നത്. ഇതിൽ പങ്കെടുത്തത് ഞങ്ങളെ പ്രസിഡന്റ് സമദ് പറച്ചിക്കോട്ടിൽ, ജനറൽ സെക്രട്ടറി ഹഫീദ് തയ്യിൽ, ട്രഷറർ നജ്മൽ ബാബു, പിന്നെ ഞങ്ങളെ ഭാരവാഹികളായ അങ്ങനെ ഉസ്മാന്, പിന്നെ ജിജോ, ഇങ്ങനെ ബാക്കിയുള്ള എല്ലാ ആളുകളുടെയും പിന്തുണയോടുകൂടി ഒരു വമ്പം പോരാട്ടത്തിനാണ് ഈ മൈതാനം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അതായത് പെരുന്നാള് കളറാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്, പെരുന്നാൾ ആഘോഷമാക്കുക. കാരണം ഈ എല്ലാവരും പെരുന്നാളൊക്കെ വരുമ്പോൾ വിരുന്നിന് പോകുന്നതിന് പകരം എല്ലാവരും ഇങ്ങോട്ട് വന്നാൽ ഒരുപക്ഷെ പെരുന്നാളിന് ഏറ്റവും വലിയ ആഘോഷമാക്കി മാറ്റാൻ പറ്റും. വലിയൊരു ശാക്തിക പരീക്ഷണം, മത്സരം എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ഇത്തവണ പെരുന്നാളിനെ എല്ലാവരെയും ഈ യുണൈറ്റഡ് FCയുടെ ചെയർമാൻ തന്നെ എല്ലാവരോടും ഇങ്ങോട്ട് വന്ന് ഇവിടെ ഒരുമിച്ച് ആഘോഷിക്കാമെന്നും കൂടി ഞാൻ പറഞ്ഞാൽ, ഈ ഒരു പെരുന്നാള് നമുക്ക് നമ്മുടെ മങ്കട ഹൈസ്കൂളിൽ ഒരു ഉത്സവമാക്കി, നമ്മുടെ നാടിന്റെ ഒരു ഉത്സവമാക്കി മാറ്റുന്നതിനും, റെസ്ലിംഗിലൊക്കെ കാണുന്നത് പോലുള്ള 10, 200, 300 ഒക്കെ വെച്ചുള്ള ആളുകളുടെ ഒരു വമ്പം പോരാട്ടമായിരിക്കും ഈ മൈതാനിയില്. അത് നമുക്കൊരു വൻ കാഴ്ച തന്നെ ആയിരിക്കും. അതായത് റെസ്ലിംഗ് ഒക്കെ കാണുന്ന പോലെ ഈ ഇത് ആ സമയം എപ്പോഴാണെന്ന് കൂടി ഒന്ന് പറഞ്ഞേക്കാം. സമയം നമുക്ക് 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, വൈകുന്നേരം 7 മണിക്ക്. അത് നേരം പൊളുത്തോളം ആയിരിക്കും ആ പരിപാടി. എല്ലാവിധ സജ്ജീകരണവും ഞങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും, അതായത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും വരാം, എല്ലാവർക്കും കാണാം. അതിനുള്ള സൗകര്യം ഞങ്ങൾ ഇവിടെ ഈ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും മങ്കട ഇതുവരെ കാണാത്ത, ഒരുപക്ഷെ ഈ സമീപ പ്രദേശങ്ങളിലെ ക്ലബ്ബുകളൊക്കെ ഇത്തരം മത്സരങ്ങൾ, പല മത്സരങ്ങൾ നടത്തുമ്പോഴാണ് എല്ലാവരും അവരെ കൂടുതൽ സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക എന്ന് പറയുന്നു. യുണൈറ്റഡ് FC ഏതായാലും ഒരു മാതൃകയാണ്. അവരൊരു ഫുട്ബോൾ മാത്രമല്ല, എല്ലാ മത്സരങ്ങളെയും പ്രാധാന്യത്തോടു കൂടി തന്നെ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നു. ഏതായാലും പെരുന്നാള് ഇത്തവണ കളറാക്കല്ല, ആഘോഷമാക്കി മാറ്റാം. മെയ് 30-ന് വൈകിട്ട് 7 മണി മുതൽ രാവിലെ വരെ, നേരം വെളുക്കുന്നവരെ ഉണ്ടാകുന്ന ഒരു മത്സരം, ഒരു പോരാട്ടമായിരിക്കും. അപ്പൊ ഏതായാലും ചെയർമാൻ വളരെ വ്യക്തമായി കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. ഇനി യുണൈറ്റഡ് FCയുടെ പ്രസിഡന്റ് സമദ് പറച്ചിക്കോട്ടിൽ, അദ്ദേഹം കൂടി ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കും. അപ്പോ യുണൈറ്റഡ് FCയുടെ പ്രസിഡന്റ് സമദ് പറച്ചിക്കോട്ടിൽ കൂടി എങ്ങനെയാണ് ഈ മത്സരമൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്? മത്സരം വളരെ ഭംഗിയാക്കി കളർഫുൾ ആയിട്ട് നടത്താനുള്ള ഒരു ഉദ്ദേശമാണ്. യുണൈറ്റഡ് FCയും സമീപ പ്രദേശത്തുള്ള ക്ലബ്ബുകളുടെ സഹകരണത്തോടെ യുണൈറ്റഡ് FCയുടെ നേതൃത്വത്തിൽ വ്യത്യസ്തമാർന്ന കായിക പരിപാടികളെ മംഗളക്ക് പരിചയപ്പെടുത്താനുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടും പെരുന്നാൾ ആഘോഷം ഒന്ന് പൊലിപ്പിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഈ പെരുന്നാൾ ദിനത്തിൽ ഈ പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിലെ 10ഓളം ജില്ലയിൽ നിന്ന് ജില്ലാ ലെവലിലുള്ള ടീമുകളുടെ പങ്കാളിത്തം വളരെ ശ്രദ്ധേയമാണ്. മങ്കടയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ നടത്താത്ത ഒരു ഇവന്റാണ് ഞങ്ങളിവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ആ പരിപാടിക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ മറ്റ് ടൂറുകളും മലയും കയറാതെ ഈ മങ്കട ഗ്രൗണ്ടിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യാണ്. അതുപോലെ അന്ന് രാവിലെ 30-ാം തീയതി രാവിലെ ഒരു ചാരിറ്റി പ്രവർത്തനം കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് ഫ്രീ ആയിട്ട് കണ്ണ് പരിശോധന മഞ്ചേരി അഹല്യ ഹോസ്പിറ്റലുമായി സംയുക്തമായിട്ടുള്ള ഒരു പരിപാടി രാവിലെ 9:30 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരെയും ഈ ക്യാമ്പിൽ പങ്കാളിത്തം കൊണ്ട് വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്.
ഇനി ക്ലബിന്റെ ജനറൽ സെക്രട്ടറി ഹഫീദ് തയ്യിൽ ഇത് എന്തൊക്കെയാണ് സമ്മാനങ്ങൾ കൊടുക്കുക? നേരത്തെ സാധാരണ ഇങ്ങനെ നാട്ടുമ്പുറത്ത് വടംവലി മത്സരം കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ആടിനെ കൊടുക്കും, ഒരു കുല പഴം കൊടുക്കും. അപ്പൊ ഇനി ഇവര് എന്ത് വ്യത്യസ്തതയാണ് ഈ വലിയ മത്സരം നടത്തുമ്പോൾ അത് അറിയാൻ താല്പര്യം ഉണ്ടാവുമല്ലോ. എന്താണ് ഈ വരുന്നവർക്കൊക്കെ സമ്മാനമായിട്ട് കൊടുക്കാൻ പോകുന്നത്? നമുക്ക് ഇതിൽ പങ്കെടുക്കുന്ന ടീമുകൾക്ക് ഫസ്റ്റ് വരുന്ന ആൾക്ക് ട്രോഫിയാണ് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ക്യാഷ് പ്രൈസ് ഉണ്ടാവും. അതാണ് പിന്നെ വിജയികൾക്ക് കൊടുക്കുന്നത്, ടീമുകൾക്ക് കൊടുക്കുന്നത്. പിന്നെ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിലേക്ക് വരുന്ന ആളുകൾക്ക് ഒരു സമ്മാന കൂപ്പൺ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 100 രൂപന്റെ സമ്മാന കൂപ്പണാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന് അവർക്ക് നറുക്കിട്ടിട്ട് എടുത്തിട്ട് അതിന് ഫസ്റ്റ് കിട്ടുന്ന ആളുകൾക്ക് ഒരു iPhone 15ഉം സെക്കൻഡ് കിട്ടുന്ന ആൾക്ക് സാംസങ് A06 എന്നുള്ള ഒരു പിന്നെ മോഡല് മൊബൈൽ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിന്റെ കൂടെ 20ഓളം പ്രോത്സാഹന സമ്മാനങ്ങൾ വേറെ നറുക്കിട്ടിട്ട് കൊടുക്കുന്ന വിജയികൾക്ക് കൊടുക്കുന്നു. അപ്പോൾ എല്ലാവരും മറക്കണ്ട, മെയ് 30 ഇങ്ങോട്ട് പോരൂ. കാരണം മത്സരം കാണാൻ വന്നാലേ ഒരു വലിയൊരു മത്സരം കാണൽ മാത്രമല്ല, ഭാഗ്യം കൂടെ എല്ലാവർക്കും എപ്പോഴാ വന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഏതായാലും ഇവിടെ വന്ന ഒരു സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് കൊണ്ട് ഐഫോണൊക്കെയാണ്, ഫോണൊക്കെ സമ്മാനം കിട്ടിയാൽ അതൊരു ആഘോഷമായി മാറുമല്ലോ. മറക്കണ്ട, മെയ് 30 മങ്കട സ്കൂൾ ഗ്രൗണ്ടില് അഖില കേരള വടംവലി മത്സരം. ഏറ്റവും കരുത്തരായ ആളുകളൊക്കെ വന്ന് അഖിലേന്ത്യാ തലത്തിൽ മത്സരിക്കുന്നവരൊക്കെയാണ് ഇവിടെ വരിക. അതുകൂടാതെ സമ്മാനവും കിട്ടും. അപ്പോൾ മറക്കണ്ട, മെയ് 30 പെരുന്നാൾ ആഘോഷം ഇവിടെ ആഘോഷിച്ചോളൂ. സമ്മാനമൊക്കെ വാങ്ങിയിട്ട് പോകാം എല്ലാവർക്കും. ഏതായാലും മങ്കട യുണൈറ്റഡ് FC ഇനിയും വലിയ വലിയ മത്സരങ്ങളെ കൊണ്ടുവന്ന് നാടിനൊരു ഉത്സവം കൂടുതൽ സന്തോഷം കൊടുക്കട്ടെ എന്നാണ് ഞങ്ങൾക്ക് ആശംസിക്കാനുള്ളത്. ജബ്ബാർ വേണാട്ട്, വൺ ന്യൂസ്, പെരിന്തൽമണ്ണ. സന്തോഷങ്ങളും വിഷമങ്ങളും ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്, പ്രത്യേകിച്ചും വിചാരിക്കാത്ത നേരത്തുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്, UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്, UGS ഗോൾഡ് ലോൺ.